ഇന്നത്തെ ദിവസം ഇതാ യേശു ക്രിസ്തു ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തകർച്ച അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തകർച്ചകളെ കുറിച്ച് വിവരിപ്പാൻ എന്നാൽ ദിവസങ്ങൾ വിവരിച്ചാലും അത് തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 4 സുവിശേഷങ്ങളൊന്ന് വായിക്കൂ. ആമേൻ. സ്തോത്രം. നിങ്ങൾ മശിഹാ സങ്കീർത്തനം 22 ആമേൻ വായിക്കൂ. അതുപോലെ യെശയ്യാ 53 വായിക്കൂ. പിന്നത്തേതിൽ വായിച്ചോളൂ. അവിടെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് അവിടെയും അപ്പോസ്തലന്മാരിലൂടെ ലേഖനങ്ങളിലൂടെയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കർത്താവ് യേശു ക്രിസ്തു അനുഭവിക്കേണ്ട സർവ്വ തകർച്ചകളെ കുറിച്ച്, എല്ലാ ഏറ്റെടുക്കേണ്ട ശാപങ്ങളെ കുറിച്ച്, എല്ലാ സങ്കടങ്ങളെ കുറിച്ച്, എല്ലാ വേദനകളെ കുറിച്ച്, എല്ലാ അപമാനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്തു അവൻ ഓർത്തത് തന്റെ മുൻപിലുള്ള സന്തോഷം ഓർത്തു. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേ. കർത്താവ് യേശു ക്രിസ്തു ഏറെ തകർക്കപ്പെട്ടിരിക്കുമ്പോഴും തന്റെ മുമ്പിലുള്ള സന്തോഷമാണ് ഓർത്തത്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം നമ്മുടെ വേദനകൾ അല്ലാതായി മാറാൻ പോവാ. അസ്വസ്ഥതകൾ അല്ലാതായി മാറാൻ പോകുക. ചില ബന്ധനങ്ങൾ അതല്ലാതായിട്ട് മാറുവാൻ പോകുകയാണ്. ചില തകർച്ചകൾ അതല്ലാതായിട്ട് മാറുവാൻ പോകുകയാണ്. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, ആമേൻ, പലവട്ടം താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു പറയുകയാണ്, കർത്താവേ, ആമേൻ, ആ ഒരു ബന്ധനം, ആ ഒരു തകർച്ച എൻ്റെ മേൽ നിന്ന് എന്ത് ചെയ്യണം? മാറ്റിത്തരണം. 2 കൊരിന്ത്യലേഖനം 12, 9, 10 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. ആമേൻ. കർത്താവേ, അത് എന്നെ വിട്ട് നീങ്ങിപ്പോകണം. എന്തോ നീങ്ങിപ്പോണെന്നാ പറഞ്ഞേ. ആമേൻ. 12-ാമത്തെ 5-ാം വാക്യം വായിച്ചാൽ അവിടെ കാണുന്നു, തന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ ദൈവം അനുവദിച്ചിരുന്നു എന്നാണ്. പൗലോസിന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പൗലോസിനെ ഈ ഒരു പൈശാചിക ശക്തി അവനെ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, താൻ ജീവന് വേണ്ടി പോലും ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നില്ല. പക്ഷേ മരിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് ഈ പിശാച് അവനെ ഞെരുക്കിക്കൊണ്ടിരുന്നു, അവനെ തകർത്തുകൊണ്ടിരുന്നു, അവനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു, അവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു, അവനെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഒന്നിലധികം വട്ടം കർത്താവോട് പറയുക, അതെന്നെ വിട്ടൊന്ന് മാറണം, എന്നെ വിട്ടു മാറണം. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്നു. ഇന്നത്തെ ദിവസം ആ പൗലോസിന് ഉണ്ടായിരുന്ന സാത്താനെ മാറ്റിക്കൊടുക്കുകയല്ല, ആ പൈശാചിക പ്രശ്നങ്ങൾ എടുത്തു മാറ്റിക്കൊടുക്കുകയല്ല, ആ പകർച്ചകൾ എടുത്തു മാറ്റിക്കൊടുക്കുകയല്ല, അതിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന കൃപയും ശക്തിയും തൻ്റെ മേൽ പകർന്നു. സന്തോഷം